അവര് നമ്മളെ സ്വീകരിക്കുകയാണ്. നമ്മളിങ്ങനെ അവരുടെ അവസ്ഥകൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവര് 7 മക്കളുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ 2 കുട്ടികൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു വൈനൽ ബാക്കിയുള്ളത് എവിടെ, ബാക്കിയുള്ള കുട്ടികൾ എവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. അവർ പറയുന്നുണ്ട്, എൻ്റെ 5 മക്കൾ ഗസയിലാണ്, റഫയുടെ മുന്നേ ഉള്ള ഒരു പ്രദേശങ്ങളിലാണ്, അവർ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ പോലും എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ അപ്പോഴും എന്താണ്, തവക്കൽതു അലല്ലാഹ് വഹസ്ബുനല്ലാഹു. ഭയങ്കര അത്ഭുതം. നമ്മൾ ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ എന്തിനാ ഫ്രിഡ്ജൊക്കെ, നമ്മൾ കുറച്ചായിട്ട് തിരിച്ചു പോകാനുള്ളല്ലേ എന്ന്. ചിലപ്പോൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുഴുവനായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. ശരി, നമ്മൾ ആ ഒരു പ്രദേശത്തിന്റെ സോഷ്യോ ജിയോ പൊളിറ്റിക്സ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഈ അടുത്തും തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ട് ബോധ്യം. പക്ഷെ എന്നാലും അവരെന്ത് പറയും, ഇതൊക്കെ കണ്ടിട്ട് അവരെന്ത് പറയും, തിരിച്ചു പോകാനുള്ളതാണ്. ദേ ഹാവിങ് ഹോപ്പ്. അത് എന്തിലൂടെ വരുന്നതാണ്, തവക്കുലിലൂടെ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഹാവിങ് തവക്കുൽ ഇസ് ആക്ച്വലി ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. തവക്കുലുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. എത്ര തവക്കുലിന്റെ കഥകളാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു സകീനത്ത് ഇട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട്. സകീനത്തിന്റെ അർത്ഥം എന്താണ്? സമാധാനം എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.